ഇന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്നല്ല 2 ഫ്ലവർ ചെയ്യാം, അതും 2 കളറിൽ. ആദ്യം എന്താ ടിഷ്യൂ പേപ്പർ നമുക്ക് എടുത്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ആ ഒരു പെറ്റലിൻ്റെ ആകൃതിയിൽ വരുന്ന ഒരു പേപ്പർ, അതായത് ഒരു കട്ടിയുള്ള പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ടിഷ്യൂ പേപ്പർ വെച്ച് വരച്ച് കൊടുത്ത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ആ പെറ്റലുകളെല്ലാം ഒരേ അളവിലും ഒരേ വലിപ്പത്തിലും കിട്ടുള്ളൂ. ഒരു പെറ്റലിൽ 2 ലെയർ ടിഷ്യൂ പേപ്പർ വേണം കേട്ടോ, എങ്ങനെയാണെങ്കിലും അല്പം കട്ടി കിട്ടുള്ളൂ. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഫസ്റ്റ് യെല്ലോ കളറാണ് നമ്മൾ മുക്കി കൊടുക്കുന്നത് കേട്ടോ. ഒരു പ്ലേറ്റിലേക്ക് ഇതേ കുറച്ച് വെള്ളവും കുറച്ച് കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് മുക്കി കൊടുക്കുകയാണ്. പെറ്റലുകൾ മുക്കിയെടുത്തിട്ട് 2 ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കണം കേട്ടോ. പിന്നെ ഇത് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. ക്ലേ വെച്ച് ചെയ്തതാണ്. എന്തോ ഉള്ളിൽ മുട്ടയൊരു കിളിക്കൂടൊക്കെയാണ് ചെയ്തേക്കണം. ഫ്രണ്ടിലൊരു ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊന്ന് കാണിക്കാൻ തോന്നി. ഇനി നമുക്ക് നമ്മുടെ പെറ്റൽസ് ബ്ലൂ കളർ പെയിന്റിൽ മുക്കിയെടുക്കാം കേട്ടോ. ഇത് നമ്മൾ ആദ്യം പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കളർ മിക്സ് ചെയ്യുന്നതാണ്. നേരത്തെ യെല്ലോ കളർ പെയിന്റ് അങ്ങനെയായിരുന്നില്ല, എൻ്റെ കയ്യിൽ തീരാറായ കുപ്പിയായിരുന്നു. അപ്പം ഞാൻ കുപ്പിയുടെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു, അതാണ് ഞാൻ നേരിട്ട് ഒഴിച്ചത്. പിന്നെ 2 ലെയർ ടിഷ്യൂ പേപ്പർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടി കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ഈ മുക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് കയറി പോകട്ടോ. ഇനി നമ്മൾ റെഡ് കളർ പെയിന്റാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് കുറച്ച് കട്ട ഉണ്ടായിരുന്നു, അതെൻ്റെ നിന്ന് ഒരുപാട് വീണു പോയി. ഇതിൽ 2 ലെയർ ടിഷ്യൂ പേപ്പർ നമ്മൾ ഒരുമിച്ച് മുക്കിയെടുക്കുകയാണ്. പെയിന്റ് കട്ടയായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇത് കണ്ട സൈഡിൽ റെഡായി, നടുവിലേക്ക് ഒരു പിങ്ക് കളറാണ് അവിടെ വന്നത്. ഇനി നമുക്ക് 2 കപ്പ് വേണം. പേപ്പർ കപ്പ് ആയാലും മതി. ഞാനിവിടെ യോഗേട്ടിൻ്റെ കപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറമേ ഉള്ള സ്റ്റിക്കർ റിമൂവ് ചെയ്തിങ്ങനെ കളയണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്ലൂബെറി ഫ്ലേവർ ആട്ടോ, അതാണ് എല്ലാ കപ്പും ബ്ലൂബെറിയുടേത്. ഇനി കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ 2 സ്ട്രിപ്പ് ആവശ്യമുണ്ട്. അത് ഇതുപോലെ റൗണ്ട് ആയിട്ട് പിടിച്ചിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ബ്രൗൺ കളറും പിന്നെ സിൽവർ കളറും എടുക്കുന്നുണ്ട് കേട്ടോ. അത് ആ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് വരച്ചെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ആ കളർ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടിഷ്യൂ പേപ്പറൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 2 ദിവസത്തെ വർക്കാണ്. ഞാൻ ഇന്നലെയാണ് കളർ ഡിപ്പ് ചെയ്ത് വെച്ചത്, ഇന്നാണ് അടുത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ ടിഷ്യൂ പേപ്പർ മാത്രം ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അറ്റം ഒന്ന് വേവ്സ് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഈ സ്ട്രിപ്പിലേക്ക് അത് ഇങ്ങനെ ഞുറിഞ്ഞ് ഇങ്ങനെ പതുക്കെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ആ റൗണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ക്രാഫ്റ്റും പ്ലേ സ്കൂൾ ടീച്ചർമാർക്കും അതുപോലെ അംഗൻവാടി ടീച്ചർമാർക്കും ഒക്കെ ഉപകാരപ്പെടുന്നതാണ്. ഇപ്പം നമ്മൾ പുറത്തല്ലേ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചേക്കുന്നത്, അകത്ത് കുറച്ച് സ്പേസ് ഉണ്ട്. അതിലേക്ക് ചെറുതായിട്ടൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു വെറൈറ്റി ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഈ ഫ്ലവറിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, കണ്ടപ്പോൾ ഇഷ്ടമായി. പിന്നെ ഇതും നമ്മൾ നേരത്തെ സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതേപോലെ കട്ടിയുള്ള പേപ്പറിൽ തന്നെയാണ് കേട്ടോ ഈ 2 റൗണ്ടും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഓരോ പെറ്റിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ആ പെറ്റിലെടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ പശ തേച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ കൂട്ടി പിടിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ റൗണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൽ ആദ്യം എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്, ഞാൻ ഫസ്റ്റ് നമ്മൾ യെല്ലോ കളർ ഒട്ടിച്ചില്ലേ, അത് ഞാൻ ആദ്യം ഒട്ടിച്ചു കൊടുത്തു. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ ഓരോ പെറ്റിൽ ഒട്ടിച്ചു കൊടുക്കുമ്പോഴും ആ റൗണ്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. പിന്നെ ഞാനതെടുത്ത് മാറ്റി, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വേറെ പെറ്റൽസ് ആ റൗണ്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ചെയ്ത കേട്ടോ. പിന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന ഗ്യാപ്പ് അനുസരിച്ച് പെറ്റൽസിൻ്റെ എണ്ണം കൂടി വരും. ഞാനിപ്പോൾ ഇതിലൊരു 7 പെറ്റൽസാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആ പെറ്റൽസ് ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്ലൂ ഫ്ലവറിൻ്റെ ലാസ്റ്റ് പെറ്റലും ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ സിൽവർ കളർ ഫോം ഷീറ്റിൽ നിന്ന് ഒരു റൗണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് നമ്മൾ ആ സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഏറ്റവും ലാസ്റ്റാണ് ഈ യെല്ലോ കളർ റൗണ്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് ഞാൻ ആദ്യം ഫസ്റ്റ് കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുത്തു, അതുകൊണ്ടാണല്ലോ അത് ഒളിച്ചെടുക്കേണ്ടി വന്നതല്ലേ. ഇനി നമ്മുടെ ഫ്ലവറിൻ്റെ തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ സ്ട്രോ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു ഗ്രീൻ കളർ പെയിന്റ് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ലീഫ് കട്ടി തീർക്കാം കേട്ടോ. അപ്പം നമ്മൾ ഗ്രീൻ കളർ A4 ഷീറ്റ് എടുക്കുക, അതിൽ ലീഫിൻ്റെ ഒരു പടം വരച്ചു കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ പേപ്പർ സ്ട്രോ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് 2 എണ്ണം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ പേപ്പർ സ്ട്രോയിൽ ഗ്ലൂഗൺ വെച്ചിട്ടാണ് പശ തേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും.
അപ്പം അത് രണ്ടും ഒട്ടിച്ച് വെക്കുക. അപ്പം നമ്മൾ രണ്ടാമത്തെ ഫ്ലവർ ഇല്ലേ, അത് നമ്മൾ റെഡ് യെല്ലോ തീമിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ യെല്ലോ ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചെടുത്തില്ലേ, ആ രീതിയിൽ തന്നെ റെഡ് റൗണ്ടിൽ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബ്ലൂ കളറ് പെറ്റിൽ ഒട്ടിച്ചെടുത്ത പോലെ തന്നെയാണ് ഈ യെല്ലോ കളറും പെറ്റിൽ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഫ്ലവർ ഞാൻ നേരത്തെ ചെയ്ത ഫ്ലവറിനേക്കാളും ഗ്യാപ്പ് കുറച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് 9 പെറ്റൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മറ്റേ ഫ്ലവറിനേക്കാളും കുറച്ചുകൂടി ഭംഗിയായില്ലേ ഇത് കാണാനായിട്ട്. ഇതിന്റെ സെന്ററിലേക്ക് നമ്മൾ ബ്രൗൺ കളർ ഫോം ഷീറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ അവസാനം നമ്മൾ റെഡ് കളർ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു റൗണ്ടില്ലേ, അതും കൂടി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫ്ലവറിന്റെ ബാക്കിൽ തണ്ട് ഒട്ടിച്ചു കൊടുക്കാൻ പോവാട്ടോ. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അത് ഒട്ടിച്ച ശേഷം അതിന്റെ സൈഡിലും കൂടി ഒക്കെ ഒന്ന് ആക്കിക്കോ, അപ്പൊ അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. 2 സ്ട്രോ എടുക്കുമ്പം ആ തണ്ടിനും കുറച്ച് സ്ട്രോങ് കിട്ടും കേട്ടോ. ഇനി നമ്മുടെ കപ്പ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് 2 കല്ലിട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെയിറ്റ് കിട്ടണം, കാരണം നമ്മുടെ ഫ്ലവറിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. ബാക്കി വരുന്ന ഭാഗത്ത് തെർമോക്കോൾ പീസ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ലീഫ് ഒട്ടിച്ചു കൊടുക്കുന്നത് കപ്പിലേക്കാണ് കേട്ടോ. കപ്പിന്റെ സൈഡിലേക്കാണ് ആ 2 ലീഫ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അവിടെ ഇരിക്കുന്ന ആ 2 തെർമോക്കോൾ പീസിന്റെ റൗണ്ട് കണ്ടോ, അതും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സെന്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനിതാ നമ്മുടെ ഫ്ലവർ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ തെർമോക്കോളിന്റെ റൗണ്ട് ഇല്ലേ, അത് നല്ല ടൈറ്റില് ആ കപ്പിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനത് ഒട്ടിച്ചു കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫെവിക്കോള് ആ കപ്പിന് ചുറ്റും വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കണം കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ വർക്ക് ഇവിടെ കഴിഞ്ഞു കേട്ടാ. നല്ല ഭംഗിയുള്ള 2 കളറിലുള്ള ഫ്ലവേഴ്സ് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ബ്ലൂവും പിന്നെ നല്ല കിടക്കാച്ചി കളറായ യെല്ലോയും കൂടിയിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ അംഗൻവാടി പ്ലേ സ്കൂൾ ടീച്ചേഴ്സ്മാരില്ലേ, അവർക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഫ്ലവറും ഞാൻ അടുത്തുള്ള അംഗൻവാടിയിൽ കൊണ്ടുവന്ന് കൊടുത്തു. അവിടെ ടീച്ചർക്കും ആയിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമായത്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.